ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് എൻ്റെ ഫ്രണ്ടിന് പെട്ടെന്നൊരു ബൊക്കയുടെ ആവശ്യം വന്നു. ഇവിടെ ബൊക്കെ വാങ്ങാനൊന്നും കിട്ടില്ല. അങ്ങനെ ആ ജോലി പുള്ളി എന്നെ ഏൽപ്പിച്ചു. എൻ്റെ അടുത്താണെങ്കിൽ നോക്കുമ്പോൾ മെറ്റീരിയൽസ് ഒന്നും തന്നെ ഇല്ല. പിന്നെ ഞാനങ്ങ് നേരെ കടയിലേക്ക് ചെന്ന് അവിടെ നോക്കുമ്പോൾ അവിടെയും വലിയ ഇതൊന്നും കാണുന്നില്ല. എന്നാലും പിന്നെ കുറച്ച് റെഡിമെയ്ഡ് ഫ്ലവേഴ്സ് കിട്ടി. അപ്പോൾ അതങ്ങ് എടുത്തുകൊണ്ട് വന്നു. പിന്നെ നോക്കുമ്പോൾ വീടിൻ്റെ സൈഡിൽ ഒരു ഓലയൊക്കെ കിടപ്പുണ്ടായിരുന്നു. ആ ഓലയിൽ നിന്ന് കുറച്ച് ഈർക്കിലൊക്കെ എടുത്തുകൊണ്ട് വന്നു. ആ ഈർക്കിലൊക്കെ പിന്നെ പല വലിപ്പത്തിലായിട്ടങ്ങ് ഞാൻ കൈ കൊണ്ട് തന്നെ പൊട്ടിച്ചൊക്കെ എടുത്ത് ആ ഫ്ലവറിലൊക്കെ ഒന്ന് കുത്തി അത് ഫ്ലവർ ഒന്ന് അറേഞ്ച് ചെയ്യണമല്ലോ. അപ്പം അങ്ങനെ ഓരോരോ വലിപ്പത്തിൽ എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെയും ഇതൊക്കെ ഒന്ന് ഓലൊക്കെ നീക്കി ഒന്ന് ഷാർപ്പ് ചെയ്ത് റെഡിയാക്കി കൊടുത്ത്. ഇവിടെ ബൊക്കെ മെറ്റീരിയൽസ് ഒന്നും പറഞ്ഞ് വാങ്ങാൻ കിട്ടില്ല. നമ്മുടെ കേരളത്തിലൊക്കെ കിട്ടുന്ന പോലെ എന്തെങ്കിലും വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അതാണെങ്കിൽ തന്നെ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന് വിൽക്കുന്ന കൊണ്ട് തന്നെ റേറ്റും കുറച്ച് കൂടുതലാണ്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ അതിനൊക്കെ ആഡ് ചെയ്തൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ പിന്നെ അതിൻ്റെ ഈർക്കിലൊക്കെ ഒന്ന് ശരിയാക്കിക്കൊണ്ടിരിക്കുക. അവിടെ നിന്ന് ഈ ഫ്ലവർ മാത്രമേ കിട്ടിയുള്ളായിരുന്നു. പിന്നെ ഈ ലീവ്സോ എന്തെങ്കിലുമൊക്കെ നോക്കുമ്പോൾ അവിടെ അതിന് പറ്റിയ ഒന്നും കാണുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഈ ഒരു ചെടി അവിടെ പടർന്ന് കിടക്കുന്ന കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ പുള്ളീൻ്റെ അടുത്ത് പോയി അവിടെ പോയിട്ട് അന്ന് കുറച്ച് ഇലയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. പിന്നെ അത് ഒറിജിനലാണ് കേട്ടോ, പ്ലാസ്റ്റിക് അല്ല, അങ്ങനെയൊന്നുമല്ല. പിന്നെ അങ്ങനെ ഇപ്പോൾ ഫ്ലവറൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാണ്. ഓരോ ഈർക്കിലും അത് കുത്തി കുത്തി പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഒന്ന് അറേഞ്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. എൻ്റെ അടുത്ത് നേരത്തെ കുറച്ച് ഡ്രൈ ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതും ഉപയോഗിക്കും. പിന്നെ ഞാൻ തന്നെ കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി വെക്കലുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസം ഒരു 5-6 മാസത്തേക്ക് പുറത്ത് ചെറിയൊരു മോൻ്റെ ട്രീറ്റ്മെൻറ്റിലൊക്കെ ആയതിനു ശേഷം എനിക്കൊന്നും വാങ്ങി വെക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയത് കൊണ്ടൊന്ന് ഉണ്ടാക്കി നോക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ വാങ്ങി വെക്കുന്നുണ്ട് ഞാൻ. കുറച്ച് ഫ്ലവറൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കിട്ടിയാൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ പിന്നെ ഇത് വെച്ചിട്ടുണ്ടാക്കുകയാണ്. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതൊരു കാർഡ്ബോർഡ് ഇങ്ങനെ ഷേപ്പിൽ മുറിച്ചിട്ട് അതിലൊരു ഗ്രീൻ പെയിൻ്റൊക്കെ ഞാൻ അടിച്ചതാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലാണിപ്പോൾ ലീഫ് വെക്കുന്നത്. ആ ലീഫൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് പിന്നെ ഫ്ലവർ അതിൻ്റെ മുകളിൽ ഫ്ലവർ വെച്ചിട്ടൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ലീഫ് ഈർക്കിൽ കാണുന്നുണ്ടല്ലോ, അതിൻ്റെ ആ കളറ് കണ്ട ഒരു ഭംഗിയില്ല. അങ്ങനെ പിന്നെ ഞാൻ ഈ ഗ്രെയിൻ ടാപ്പ് കൊണ്ടുവന്ന് അത് ചുറ്റിയെടുക്കുകയാണ്. അത് മറക്കാൻ വേണ്ടിയിട്ട് ഒരു പച്ച കളറായിട്ട് കിടന്നോട്ടെ. വേറൊരു ടാപ്പ് ഉണ്ടായിരുന്നു ഇതിൽ, ഗമ്മുള്ളൊരു ടൈപ്പ് ടാപ്പ്. അതാകുമ്പോൾ ഇതിനേക്കാളും ഒരു ഒറിജിനാലിറ്റി തോന്നുമായിരുന്നു. പക്ഷേ അത് കിട്ടിയില്ല എനിക്ക്, കടയിൽ അതില്ലായിരുന്നു. അപ്പം ഞാനതുകൊണ്ടൊരു ഈ ടാപ്പ് കൊണ്ടാണ് ഇപ്പോൾ ചുറ്റിയെടുക്കുന്നത്. ഇതുകൊണ്ട് ഇങ്ങനെ എല്ലാ ഇർക്കിലും ഒന്ന് ചുറ്റി ഒരു ഗ്രീൻ പോലെ ആക്കി എടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ ചെയ്തു. അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ ചെറിയ ചെറിയ ഒരു ഫ്ലവറും കൂടെ പിടിപ്പിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ ഒരു മുത്ത് പോലുള്ള ഒരു ഫ്ലവർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇപ്പോൾ ചെയ്യുന്ന പോലെ അങ്ങ് പിടിപ്പിച്ച് കൊടുത്തു. അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവുമല്ലോ കാണാൻ. അപ്പോൾ അതും കൂടെ ആയിട്ടുണ്ട് ഏകദേശം. മുകളിൽ 1-2 ലീഫൊക്കെ ഞാൻ അതിൻ്റെ ഇത് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. നമ്മളെ ആ ഡെക്കറേറ്റ് ചെയ്യുന്നൊരു കവറുണ്ട്, അപ്പോൾ അതിലേക്ക് വെച്ചിട്ട് കെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് ആ സ്റ്റിക്കൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ചെറുതും വലുതൊക്കെ ആയിട്ട് അങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്യുകയാണിപ്പം. അങ്ങനെ എല്ലാം കൂടെ ഇപ്പോൾ ഒന്നിച്ച് ഒന്ന് ടാപ്പ് കൊണ്ടൊന്ന് കെട്ടിയെടുക്കട്ടെ, ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് ഊർന്ന് വീഴും താഴോട്ട്. അപ്പം അത് ജസ്റ്റ് ഒന്ന് അതെല്ലാം കൂടെ ഒന്ന് കെട്ടിയെടുക്കുകയാണ്. പിന്നെ ഇനി ഈ കവറിലേക്ക് വെച്ച് ഒന്നും കൂടെ ഒന്ന് ശരിയാക്കി എടുക്കണം. ഇതൊക്കെ ഒന്ന് റെഡി ആകുന്നുണ്ട്. ഫ്ലവറൊക്കെ താഴോട്ട് പോയി, ചെറിയ ചെറിയ ഫ്ലവറൊക്കെ താഴോട്ട് പോയി, അതൊന്ന് മുകളിലേക്ക് ആക്കുക.
ഓരോന്നൊക്കെ. ഇപ്പോൾ ഏകദേശം ബൊക്കേൻ്റെ ഒരു ഇതിൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് കവർ ചുറ്റിയെടുക്കട്ടെ. ഇതേപോലെ ബൊക്കെ ഉണ്ടാക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് പറയണം. ഞാൻ നാച്ചുറലായിട്ടുള്ള ഫ്ലവറൊക്കെ ഉണ്ടാക്കലുണ്ട്. അത് നമ്മുടെ തെങ്ങിൻ്റെ ഒരു തേങ്ങയുടെ ഞെട്ടൊക്കെ കണ്ടിട്ടോ, വെള്ളക്കേൻ്റെയൊക്കെ അതേപോലുള്ള ഞെട്ടൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കും. പിന്നെ ഈ പിസ്തായുടെ ഷെല്ല് ഉപയോഗിച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കലുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ എല്ലാം തീർന്നായിരുന്നു എൻ്റെ അടുത്ത്. നേരത്തെ കുറേ ഉണ്ടാക്കി കഴിഞ്ഞുകൊണ്ട് അതൊക്കെ തീർന്നു. ഡെയിലി എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. കാരണം ഓഫീസിൽ പോകുന്ന കൊണ്ട് സന്ധ്യയാവും വീട്ടിൽ തിരിച്ചെത്താൻ. പിന്നെ വീട്ടു ജോലിയും മോനെയും നോക്കണം. അങ്ങനെയൊക്കെ കിട്ടുന്ന ടൈമിലാണ് ഞാനിതൊക്കെ എടുത്ത് ഇങ്ങനെ വിടുന്നത്. പറ്റുന്നതും പുതിയ പുതിയ വീഡിയോ കൊണ്ട് വരുന്നതായിരിക്കും. എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യപ്പെടാം. അറിയുന്ന കാര്യമാണെങ്കിൽ അത് ചെയ്ത് ഇട്ട് തരും. അപ്പോൾ നമുക്കിനി കവറൊക്കെ ചെയ്തൊന്ന് ഇതിൻ്റെ ഒന്ന് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇത് ബൊക്കെ അറേഞ്ച് ചെയ്യുന്ന ഒരു കവറാണിത്. അപ്പോൾ അതുകൊണ്ടൊന്ന് ചുറ്റിയെടുക്കുകയാണ് ഞാൻ. ചുറ്റിയെടുത്തിട്ട് താഴെ ഒന്ന് റെഡിയാക്കി കൊടുക്കണം. അത് ഇളകി പോരതല്ലോ കവറ്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ചുറ്റിയെടുക്കുകയാണ് അവിടെ. അപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഫ്ലവറൊക്കെ ഒന്നും കൂടെ ശരിയാക്കുക. കവർ ചുറ്റിയപ്പോൾ കുറച്ചൊക്കെ അകത്തോട്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കുക. ഇനിയിപ്പോൾ താഴെ ഒന്ന് പച്ച കൂടെ ഒന്ന് ചുറ്റി കൊടുക്കണം. കാരണം അത് വൈറ്റായിട്ട് ഒരു ഭംഗിയില്ല. അപ്പോൾ ഒന്ന് താഴെ ഒന്ന് പച്ച ടാപ്പും കൂടെ ഒന്ന് ചുറ്റി കൊടുക്കണം. പിന്നെ ഒരു റിബണും അവിടെ ഒട്ടിക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്യാനുണ്ട്. റിബൺ വച്ച് കൊടുക്കുന്നുണ്ട്. താഴെ ഒരു പച്ച ടാപ്പ് കൊണ്ട് ആ വൈറ്റും ഒന്ന് മറിച്ച് കൊടുത്തു. അപ്പോൾ ബൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ഉണ്ടാക്കിയ ബൊക്കെ. എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വർണ്ണാലം കപ്പിൾസ് ഇതേപോലുള്ള ക്രാഫ്റ്റും പെയിൻറ്റിങ്സും ഒക്കെ കൊണ്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തണം. ഞങ്ങളിടുന്ന ഓരോ ഇതും നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിൽ ക്രാഫ്റ്റ് ആൻഡ് പെയിൻറ്റിങ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവരിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.